നമസ്കാരം. അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ പ്രാധാന്യം. ഓം നമോ നാരായണായ എന്ന 8 അക്ഷരം. ഇവിടെ ഓം എന്ന അക്ഷരവും ഒരക്ഷരമായിട്ട് പരിഗണിച്ചിരിക്കുന്നു. അതാണ് അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യം. ഈ അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ ഋഷി, ഈ മന്ത്രം കണ്ടുപിടിച്ച ആളാരാണെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പരമാത്മാ ഋഷി ആണ്. പരമാത്മാവാണ് ഋഷി. അതായത് യാതൊന്നാണോ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഈ സകല ചരാചരങ്ങളുടെയും അടിസ്ഥാനം, ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടായതാണ് ഈ അഷ്ടാക്ഷര മന്ത്രം. ഓം നമോ നാരായണായ. നമുക്കറിയാം, വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഈ മന്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിത്യജപം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇപ്പോൾ അഷ്ടാക്ഷര മന്ത്രം നിത്യവും ഹിന്ദുക്കൾ ജപിക്കണം എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചോളൂ, പക്ഷേ അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ജപിക്കണം. ആ മന്ത്രങ്ങളില്ലാതെ മറ്റു മന്ത്രങ്ങൾക്ക് ഫലം കിട്ടില്ല. അപ്പോൾ ഈ പരമാത്മാ ഋഷി എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ സംബന്ധിക്കുന്ന പരമാത്മാവായിട്ടുള്ള ശ്രീമന് നാരായണൻ തന്നെയാണ് ഇതിൻ്റെ ഋഷി. അതായത് ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ ഋഷി. ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ച മന്ത്രമാണ് ഓം നമോ നാരായണായ. അങ്ങനെയൊരു മന്ത്രം വേറില്ല. എല്ലാ മന്ത്രത്തിനും ഒരു ഋഷി ഉണ്ടാവും. പഞ്ചാക്ഷരം നമഃശിവായ, വാമദേവ ഋഷി, പങ്ക്തിച്ഛന്ദ, അങ്ങനെയാണ്. എവിടെയോ പരമാത്മാ ഋഷി. ആ പരമാത്മാവ് സാക്ഷാൽ നാരായണനല്ലാതെ വേറെ ആരാണുള്ളത്? അപ്പം അതുകൊണ്ട് സ്വയംഭൂതമായിട്ടുള്ള, സ്വയം ആവിർഭവിക്കപ്പെട്ട ഒരു മന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം. ആ വിഷ്ണു സഹസ്രനാമം തന്നെ പറയേണ്ടല്ലോ, അയോനിജനാണ്. അദ്ദേഹത്തിൻ്റെ ആവിർഭാവം തനിയെ സംഭവിക്കുന്നതാണ്. ആവിർഭാവം ഇല്ല, ആദിയുമില്ല, അനന്തമില്ല, മധ്യമില്ല, അങ്ങനെയുള്ളൊരു രൂപമാണ്. ശാന്താകാരം ഭുജഗശയനം. ആ ശാന്തമായിട്ടുള്ള ആ ഭുജഗശയനത്തിലുള്ള ആ ഭഗവാൻ ഗഗന സദൃശനാണ്, ആകാശ സദൃശനാണ്. ആകാശം അനന്തമാണ്. ആകാശത്തിൻ്റെ വർണ്ണം നീലവർണ്ണമാണ്. ആ നീലവർണ്ണനാണ് ഈ മന്ത്രത്തിലെ ദേവത. നമുക്കറിയാം, മഹാവിഷ്ണു നീലവർണ്ണനാണ്. അപ്പോൾ ഇപ്പോഴും ഇത് പറയാൻ കാരണം, ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ആധ്യാത്മികമായ ഉന്നതിക്കും ഒരു വലിയ തലത്തിലുള്ള മന്ത്രങ്ങളാണ്. ഇപ്പോൾ വേദത്തിൽ മന്ത്രമൂർത്തികളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊന്ന് ഭൂമിയിലുള്ള ദേവതകൾ, പൃഥ്വി, ആ ഭൂദേവതകൾ. മറ്റത് അന്തരീക്ഷത്തിലുള്ള ദേവതകൾ. മറ്റൊന്ന് ദ്യോവ്, ആകാശത്തിലുള്ള ദേവതകൾ. എന്നാൽ ഇതിനെ ഈ പൃഥ്വി, അന്തരീക്ഷം, ദ്യോവ് എന്നീ ദേവതകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സകല ദേവതാ സ്വരൂപമായ മന്ത്രമാണ് ഓം നമോ നാരായണായ എന്നത്. അത് ഭൂമിയെയും അതിക്രമിച്ച്, ആകാശത്തെയും അതിക്രമിച്ച്, 14 ലോകങ്ങളെയും അതിക്രമിച്ച് ഒരു അചിന്ത്യമായ മഹാത്മ്യത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു മന്ത്രമാണ്. അത് സവിതാവിൻ്റെ മന്ത്രമാണ്. സൂര്യനാരായണനായ സവിതാവിൻ്റെ മന്ത്രമാണ്. പരമാത്മാവിൻ്റെ മന്ത്രമാണ്. ആ മന്ത്രത്തിനു മീതെ, ആ മന്ത്രസങ്കല്പത്തിനു മീതെ മറ്റൊന്നും ഇല്ല. കാലചക്രത്തിൻ്റെ മന്ത്രമാണ്. ഭഗവാന്റെ കയ്യിലെ കാലചക്രമാണ്. അത് പാഞ്ചജന്യത്തിൻ്റെ മന്ത്രമാണ്. എല്ലാ ആയുധങ്ങളുടെയും മന്ത്രമാണ്. സർവ ആയുധ പ്രഹരനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മന്ത്രമാണ്.
ഇങ്ങനെ പറയാൻ കാരണം പലപ്പോഴും ഈ വലിയ വലിയ ഇത്രയും മഹാത്മ്യമുള്ള മന്ത്രങ്ങളെല്ലാം നമ്മൾ മനസ്സിനൊരു സ്വഭാവമുണ്ട്. മനസ്സ് ചിലതിന് വലിപ്പം ചെറുപ്പം ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾക്ക് ഒരു ചെറുതാണെന്ന് നമുക്ക് തോന്നും. ഓ, അതിനിപ്പോൾ എന്താ ഉള്ളത്, കുറച്ചും കൂടിയൊക്കെ സങ്കീർണമായ മന്ത്രങ്ങൾ, ഈ ഫട്കാരവും ഹുങ്കാരങ്ങളും ഒക്കെയുള്ള മന്ത്രങ്ങളാണ് കുറച്ചും കൂടി കേമം എന്നാണ് നമ്മുടെ ഒരു വിചാരം. അങ്ങനെയല്ല. ഈ അഷ്ടാക്ഷര മന്ത്രം ജപിച്ചാൽ എല്ലാ മന്ത്രദേവതകളും പ്രസാദിക്കും. വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സകല ദേവതാ സ്വരൂപങ്ങളും ഈ അഷ്ടാക്ഷര മന്ത്രത്തിൽ ഒതുങ്ങിയിരിക്കുന്നതിനാൽ വേദം പാരായണം ചെയ്ത ഫലം നിങ്ങൾക്ക് ലഭിക്കും. ബ്രഹ്മതത്വം മുഴുവനും ഈ മന്ത്രത്തിൽ ഒതുക്കിയിരിക്കുന്നതിനാൽ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ അഷ്ടാക്ഷര മന്ത്രം നിത്യവും ജപിക്കുക. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക. അതിനപ്പുറം, നാരായണനപ്പുറം ഒരു ദേവതയില്ല. ആ നാരായണ തത്വത്തിലപ്പുറം ഒരു തത്വമില്ല. ആ ഗുരുസ്വരൂപമാണ് നാരായണൻ. അല്ലേ? നമുക്ക് തോന്നും കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ കളിക്കുന്നത്. ശരിയാണ്, ഭഗവാൻ കൂടെ കളിക്കും. എല്ലാ വികൃതികളും കുസൃതികളും കാണിക്കും. നമ്മുടെ മനസ്സിൽ അതൊക്കെയാണ് കൂടുതലായിട്ട് പതിഞ്ഞ് നിൽക്കുക. യശോദാമ്മയെ ആ വാവിളിച്ച് കാണിച്ചുകൊണ്ട് പേടിപ്പിച്ചത് ഈ 3 ലോകങ്ങളെയും തൻ്റെ വായ്ക്കുള്ളിൽ ഒതുക്കി യശോദാദേവിയെ ഒന്ന് പേടിപ്പിച്ചു. ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിർത്തി ചെറുവിരലിൽ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുന്ന ഭാവങ്ങളാണ്. പക്ഷേ ആ ഭഗവാനാണ് ഗുരുസ്വരൂപനായി നിന്ന് ആ കൃഷ്ണന് അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ അവിടെ ഗുരുവാണ്. ഭഗവത്ഗീത ഉപദേശിക്കുക എന്നത് മാത്രമല്ല, ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപത്തിൽ അടങ്ങാത്തതായി ഒന്നുമില്ല എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. സർവ്വദേവതകളെയും ആ വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ കണ്ടു. അത് തന്നെയാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ തത്വവും. സർവ്വദേവതകളെയും നിങ്ങൾക്കതിൽ കാണാം. ആ വിശ്വരൂപ ദർശനം പോലുള്ള മന്ത്രമാണ് ഈ അഷ്ടാക്ഷര മന്ത്രം. സർവ്വദേവതകളും അതിൽ അടങ്ങിയിരിക്കുന്നു. ആ ഭഗവാന്റെ, ആ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ്റെ ആ ഗുരുതത്വം ഈ മന്ത്രത്തിലും അടങ്ങിയിരിക്കുന്നു. ഉദ്ധവരോടൊക്കെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാണ്ടാണ് ഭഗവാന്റെ ഉപദേശം. കുറേ അങ്ങോട്ട് പോയപ്പോൾ ഉദ്ധവർ തിരിഞ്ഞു നോക്കി. ഇനി ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ, അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ ഭഗവാന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും രാഗമുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഉപദേശിച്ചിട്ടും ആ രാഗം ഉദ്ധവൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഉദ്ധവ, ബദരിയിൽ പോയി തപസ് ചെയ്ത് രാഗവിമുക്തമാവുക, രാഗത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മോചിതനാവുക. അത്ര കർക്കശനായിരുന്നു ഭഗവാൻ ഗുരുസ്വരൂപത്തിൽ, ഗുരുവായിരിക്കുമ്പോൾ. വൃന്ദാവനത്തിലെ കൃഷ്ണനല്ല ഉപദേശ സമയത്ത് കാണുന്ന കൃഷ്ണൻ. ഒന്ന് മനസ്സിലാക്കണം. ഭഗവത്ഗീതയിലെ ആ വിരാട് സ്വരൂപം പോലെയാണ് ഭഗവാന്റെ ഈ ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം. സർവ്വദേവതകളും അതിൽ അടങ്ങിയിരിക്കുന്നു. ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവതകളും പ്രസാദിക്കും. വിശേഷണ ഭഗവാന്റെ അവതാരം, ദശാവതാരമൂർത്തികളായിട്ടുള്ള എല്ലാ ദേവന്മാരും അതിൽ പ്രസാദിക്കും. ലക്ഷ്മി ദേവി വിശേഷമായിട്ടും എവിടെയൊക്കെ നാരായണ ജപമുണ്ടോ അവിടെയൊക്കെ ഭഗവതി ഉണ്ട്. ഐശ്വര്യത്തിന് ഒരു കുറവും വരില്ല. അതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് വാരിക്കോരിത്തരുന്ന കാമധേനുമാണ് ഈ അഷ്ടാക്ഷര മന്ത്രം. അതുകൊണ്ട് അഷ്ടാക്ഷര മന്ത്രം എല്ലാവരും ധാരാളം ജപിക്കുക. നാരായണ നാരായണ എന്നുള്ളത് അനവരതം ജപിക്കുക. ആ നാരദരെ സദാസമയം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണ മന്ത്രം അതിങ്ങനെ ജപിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.